ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം. അതായത് വീട്ടുപറമ്പിൽ, നമ്മുടെ സ്വന്തം വീട്ടുപറമ്പിൽ മരം വെക്കാം. മരം വെക്കാൻ ഏത് മരമാണ് വെക്കേണ്ടതെന്ന് ഗവൺമെൻറ് പറയും, സർക്കാർ പറയും. ആ മരം അവർ തരും. അത് നമ്മുടെ വീട്ടുവളപ്പിൽ വെക്കുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ 15 വർഷം സർക്കാർ പണം തരും. അതെ, നമുക്ക് 15 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കത് വിൽക്കാം, എന്തുവാണ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ കേരള സർക്കാർ സ്വകാര്യ ഭൂമിയിലെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വൃക്ഷം വളർത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ട്രീ ബാങ്കിങ് എന്നാണ് ഇതിൻ്റെ പേര്. പദ്ധതിക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ സ്വന്തമായി നമുക്ക് ഭൂമി ഉള്ളവർക്ക്, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 15 വർഷം ലീസിന് ഭൂമി കൈവശമുള്ളവർക്കും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളുമായി അതാത് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ് ഈ പദ്ധതി രജിസ്റ്റർ ചെയ്യാൻ അവിടെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വൃക്ഷങ്ങളാണ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുക. 15 വർഷം വരെ ധനസഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ 15 വർഷം പൂർത്തിയായതിനു ശേഷം നമുക്കത് ഉടമസ്ഥർക്ക് അത് നമുക്ക് വെട്ടി നമുക്കത് നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കത് വിൽക്കാനും പറ്റും. പിന്നെ സ്ഥലമുടമയ്ക്ക് അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പദ്ധതിയിൽ അംഗമാകുന്നവർ വനം വകുപ്പുമായി എഗ്രിമെൻറ്റിൽ ഏർപ്പെടേണ്ടി വരും കേട്ടോ. അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മരം കൊടുന്ന് കുഴിച്ചിട്ട് അങ്ങനെ 15 വർഷമായി. അപ്പോൾ ഇതിനൊരു ഒരു കാര്യങ്ങൾ വേണമല്ലോ, ഒരു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ എഗ്രിമെൻറ്റിൽ ഒപ്പിടണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്പർ പറഞ്ഞുതരാം. 0471 236 0462 ആറ്റിങ്ങൽ നെയ്യാറ്റിങ്കര തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ ഈ പദ്ധതി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 20-നാണ്. ഈ ജൂൺ 20-ന് മുമ്പ് തന്നെ നമ്മളിതിനെപ്പറ്റി കൂടുതലായിട്ടില്ല അപേക്ഷിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ അപേക്ഷിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ വനം വകുപ്പിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറിയാൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു പരിപാടിയാണ്. കാരണം നമ്മൾ മരം നടുന്നു, ഫ്രീ ആയി കിടക്കുന്ന സ്ഥലത്ത് മരം നടുന്നു. ഇനി തെങ്ങും വളപ്പാണെങ്കിലും റബ്ബർ തോട്ടമാണെങ്കിലൊക്കെ നമുക്ക് ഒരു സൈഡിൽ മരങ്ങൾ നട്ടു വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മരങ്ങൾ നടുന്നു. അപ്പോൾ അതിന് നമുക്ക് 15 വർഷം ധനസഹായം ലഭിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തന്നെ അത് വെട്ടി വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, എന്തുവേണം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.